ഹായ് ഗായ്സ്, ദിസ് ഇസ് റോമി ആൻഡ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാലിയിലെ ആർട്ട് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ദേ ഈ ഡ്രാഗണിനെ കണ്ടോ? ഇത് കണ്ട് ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുമായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് അവർ ചെയ്ത് വച്ചേക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ആർട്ട് വില്ലേജിൻ്റെ എൻട്രൻസിലോട്ട് കയറുമ്പം തന്നെ ഇത് കണ്ടോ? ഇതും സ്റ്റോണിൽ അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടും ഞാൻ അന്തം വിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇതിനകത്തോട്ട് കയറുമ്പോൾ തൊട്ട് ഫുൾ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. കാരണം ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് അവർ ഹാൻഡ് മെയ്ഡായിട്ട് ലൈക്ക് കൈ കൊണ്ട് വീട്ടിൽ വ്യവസായികൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഇവർ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ആൻഡ് ആ മിററും എല്ലാം എവറിത്തിങ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഇസ് ഹാൻഡ് മെയ്ഡ്. ഈ ഒരു കുഞ്ഞു പൗച്ച് കണ്ടോ? ഇവിടെ നമുക്ക് കമ്മലും അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഈ പൗച്ച് കണ്ടോ? ഇതുവരെ അവർ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. ലൈക്ക് കണ്ടോ, വാൾ ഡെക്കേഴ്സ്, പിന്നെ ഇത് കണ്ടോ, ഫുൾ വുഡനിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ബാലിയിൽ മോസ്റ്റ് ഓഫ് ദി റിലീജിയൻ ലൈക്ക് മെജോറിറ്റി ഓഫ് ദി റിലീജിയൻ ഈസ് ഹിന്ദു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹിന്ദു സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ലൈക്ക് നമ്മുടെ കൃഷ്ണൻ, ശിവൻ, അങ്ങനെ ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് പല വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അതവർ ഉണ്ടാക്കുന്നത്. വുഡ് മാത്രമല്ല, കല്ലുകൊണ്ടും വുഡ് കൊണ്ടും പിന്നെ ചിരട്ട, അങ്ങനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് ലൈക്ക് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പുറമെ സോപ്പ്, പെർഫ്യൂംസ്, പിന്നെ പല വെറൈറ്റീസ് ഓഫ് വാൾ ഡെക്കേഴ്സ് ലൈക്ക് ഹിപ്പി സ്റ്റൈൽ, ട്രഡീഷണൽ സ്റ്റൈൽ, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഒരു കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീടുകളിൽ പോലും ഇതുപോലെ ആർട്ട് വില്ലേജസ് ഉണ്ട്. കുഞ്ഞു വീട്ടിലും അവർ തനിയെ ഉണ്ടാക്കി അത് അവരൊരു ബിസിനസ് പോലെ വിൽക്കുന്ന പരിപാടിയാണ് ഇവിടെ മോസ്റ്റ് ഓഫ് ദ ലൈക്ക് ബാലിയിൽ കൂടുതലും അവർ ടൂറിസത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ലൈക്ക് അവരുടെ മോസ്റ്റ് ഓഫ് ദി ജോബ് എന്ന് പറയുന്നത് ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ നമുക്കതവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ വലിയ വുഡൻ സ്റ്റാച്യൂസ് വാങ്ങാൻ ലൈക്ക് അത്രയും അഫോർഡബിൾ പ്രൈസിന് നമുക്ക് അത് പറ്റത്തില്ല എങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളും അവൈലബിൾ ആണ് ഇവിടെ. കുഞ്ഞു കുഞ്ഞ് ശിവൻ്റെയും കൃഷ്ണൻ്റെയും അത് പോരാഞ്ഞിട്ട് കുറേ ആനിമൽസിൻ്റെയും കുഞ്ഞു കുഞ്ഞു ആനിമൽസ്, പശു, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആനിമൽസിൻ്റെയും സ്റ്റാച്യൂസ് ഇതിൽ അവൈലബിൾ ആണ്. ആന, ടൈഗർ, ഫ്രോഗ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചു, ലൈക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനെയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് വേറൊരു സ്ഥലത്ത് പോവുകയാണ്. ആൻഡ് ഇത് കണ്ടോ, നമ്മൾ പോകുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലെ റോഡും മരങ്ങളും തെങ്ങും ഒക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ആൻഡ് നമ്മൾ കാണാൻ പോയ ആർട്ടിൻ്റെ പേരാണ് ബാരോങ്. ആൻഡ് ഇതാണ് ബാരോങ്. നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഇത് ആക്ച്വലി ഇവർ റെക്കോർഡഡ് മ്യൂസിക് അല്ല, ഇവരുടെ അത് ലൈവ് മ്യൂസിക്കാണ്. അത് ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഭയങ്കര രസമാണത് അവിടെ ഇരുന്ന് കേൾക്കാൻ ലൈവ് മ്യൂസിക്. ആൻഡ് ബാരോഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിത്തിക്കൽ ആനിമലാണ്, ഒരു ഗുഡ് സ്പിരിറ്റാണ് ബാരോഗ്. ആൻഡ് റെഗ്ഡ എന്ന് പറയുന്ന വേറൊരു മോൺസ്റ്റർ, മിത്തോളജിക്കൽ മോൺസ്റ്റർ ഉണ്ട്, അതൊരു ഈവിൾ സ്പിരിറ്റാണ്. സോ ഈ ഗുഡ് സ്പിരിറ്റിൻ്റെയും ഈവിൾ സ്പിരിറ്റിൻ്റെയും ഫൈറ്റ് ആണ്, എറ്റേണൽ ഫൈറ്റിന് വേണ്ടിയുള്ളൊരു പ്ലേ ആണിത്. സോ ഇത് ആക്ച്വലി ഒരു 1 hour പ്ലേ ആണ്. എനിക്കത് ഫുൾ കാണിച്ചു തരാനുള്ളൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ, അതായത് ഞാൻ അതിൽ ആസ്വദിച്ച കുറേ കാര്യങ്ങളുണ്ട്. സോ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. ലൈക്ക് ഇവരുടെ ഡ്രസ്സിങ്, ഇവരുടെ ഫേസിൽ യൂസ് ചെയ്തിരിക്കുന്ന
മാസ്ക് ആൻഡ് ഇവരുടെ ആക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ക്ലിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. സോ ഗായ്സ്, നിങ്ങൾക്ക് ബാലി ആർട്ട് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ബൈ. ടേക്ക് കെയർ.